ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് എന്ന് വന്നതോടുകൂടി BJPക്കും പിന്നെ അധികം മുണ്ടാട്ടില്ല. അപ്പൊ എല്ലാ അന്വേഷണം നടക്കട്ടെ, ആവശ്യമായ രീതിയിലുള്ള പിന്തുണ SITക്ക് നൽകിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്. പോറ്റിയെ കയറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ഈരടികളെല്ലാം പാടിക്കൊണ്ടാണല്ലോ പാർലമെന്റിന്റെ മുമ്പിൽ സമരം നടത്തിയത് പ്രതിപക്ഷ MP-മാർ ഉൾപ്പെടെ. ഇപ്പൊ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, പൂജാരി ഈ പറയുന്ന പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, UDF-കാര് തന്നെയാണ്. അവരുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമസഭയിലുണ്ടായ അവരുടെ ഒളിച്ചോട്ടാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു, പത്രങ്ങൾ മുഴുവൻ എഴുതുന്നു, അതൊക്കെ അത്ര ഭയങ്കരമായ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭ ആരംഭിച്ചു. നിയമസഭ ആരംഭിച്ചപ്പോൾ നിയമസഭയിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഇവർക്ക് ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അതാണ് എല്ലാ സന്ദർഭത്തിലും പാർലമെന്ററി വ്യവസ്ഥയനുസരിച്ച് ഉന്നയിക്കുക. അടിയന്തര പ്രമേയം നൽകാതെ അസംബ്ലി തുടങ്ങിയ നിമിഷം തന്നെ പ്രതിപക്ഷ നേതാവ് അത് കലക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങൾക്ക് അടിയന്തര പ്രമേയം നൽകാം, നോട്ടീസ് കൊടുക്കാം. പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ, പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ സംവിധാനം ഉൾപ്പെടെ, കൊടിമരം ഉൾപ്പെടെ, വാഹനം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് അതിന് തയ്യാറാവാതെ അസംബ്ലി തന്നെ ഒഴിവാക്കി ഓടിപ്പോകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഒരവസ്ഥ. അപ്പോൾ നിയമസഭയിൽ നിന്ന് അവർക്ക് ഒളിച്ചോടേണ്ടുന്ന അവസ്ഥയുണ്ടായി. മന്ത്രിമാർ വെല്ലുവിളിച്ചു പറഞ്ഞു, നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുപോവാം, നമുക്ക് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം. അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രയാസം. അടിയന്തര പ്രമേയം കൊണ്ട് ഇറങ്ങിപ്പോകാൻ പ്രശ്നമില്ല. പക്ഷെ അടിയന്തര പ്രമേയം വരികയും അതിൻ്റെ മേലെ ചർച്ച നടത്തുകയും ചെയ്താൽ പ്രതിക്കൂട്ടിലാവും എന്ന് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു കോർപ്പറേഷനിൽ ഭൂരിപക്ഷമില്ലെങ്കിലും ഒന്നാമത്തെ കക്ഷി എന്ന രീതിയിൽ ഭരണത്തിലേക്ക് വന്ന BJP ഞങ്ങൾ കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായ തിരുവനന്തപുരത്തിൻ്റെയും സമഗ്രമായ വികസനത്തിന് പ്രധാനമന്ത്രി വന്ന ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്നവർ പറഞ്ഞിരുന്നു. വികസന പാക്കേജ് പ്രഖ്യാപിക്കും എന്നും BJP പ്രഖ്യാപനം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി വന്നു എന്നുള്ളതും പ്രധാനമന്ത്രി രാഷ്ട്രീയമായ ഒരു പ്രസംഗം നടത്തി പോവുകയും ചെയ്തു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ അവിടെ എത്തിയ പ്രധാനമന്ത്രി വരുമ്പോഴും തിരിച്ചു പോകുന്നതിന് ശേഷവും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിച്ച പശ്ചാത്തലത്തിൽ ലഭിക്കുമെന്നായിരുന്നു. ഒന്നും ലഭിച്ചില്ല എന്നുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെയുള്ള ഒരു അനുഭവമാണ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിച്ച് ഒരു കാര്യവും പ്രഖ്യാപിക്കാതെ, വികസനത്തിന്റെ കാര്യം മിണ്ടാതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി പോകുന്ന നില ഉണ്ടായിട്ടുള്ളത്. അത് വലിയ രീതിയിലുള്ളൊരു കബളിപ്പിക്കൽ പ്രസ്ഥാനമായിട്ട് മാറി എന്ന് ജനങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ട വേറൊരു കാര്യം, 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും കൂടി ഒറ്റ ഘട്ടമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ചിത്രം. ഇത് ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ്. ഒരു കൊല്ലം കൊണ്ട്
ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സീപോർട്ടായി, തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച 2024 ഡിസംബർ 3-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഒരു തുറമുഖത്തിനും ലഭിക്കാത്ത രീതിയിലുള്ള സ്വീകാര്യത നമുക്ക് ലഭിക്കുകയുണ്ടായി. 15.13 ലക്ഷം